നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശരി ശരി ഓക്കെ. ശരി ശരി ഓക്കെ ഓക്കെ. എന്താ അമ്മ ഒരു ടെൻഷൻ പോലെ? ആരായിരുന്നു ഫോണില്? കായൽ റാണി ഗ്രൂപ്പിന്റെ ഉടമ അരവിന്ദ് സ്വാമിനാഥൻ. അയാളുടെ മകൻ ദീപകമായിട്ടല്ലേ ശാരദാമ്മയുടെ മോള് ശ്യാമയുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നെ? അതെ, അത് നടക്കാൻ പാടില്ല, മുടക്കണം. നീ ഇപ്പൊ ഈ അവസ്ഥയിലാകാൻ കാരണം ശാരദാമ്മയുടെ മോള് ശാലിനിയാ. മക്കൾ കരയുന്നത് കണ്ട് അവരുടെ നെഞ്ചു പൊള്ളണം. അരവിന്ദ് സ്വാമിനാഥൻ എന്റെ ഒരു പരിചയക്കാരന്. പോരെങ്കിൽ കായൽ തീരത്തെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് ചില ബിസിനസ് ബന്ധങ്ങളും ഉണ്ട്. ഞാനൊരു ചെക്ക് വെച്ചാൽ അവിടെ വീഴും അരവിന്ദ് സ്വാമിനാഥന്റെ കായൽ റാണി ഗ്രൂപ്പ്. ദീപക്കും ശ്യാമയുമായുള്ള കല്യാണം വേണോന്ന് ഞാനൊരു വാക്ക് ചോദിച്ചാൽ അവിടെ അയാൾ ആ ബന്ധം വേണ്ടാന്ന് വെക്കും. അമ്മ അങ്ങനെ എന്തെങ്കിലും അയാളോട് പറഞ്ഞോ? വിശദമായിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ വിളിച്ചപ്പോ അയാളൊരു മീറ്റിംഗിലായിരുന്നു. തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. അരവിന്ദ് സ്വാമിനാഥൻ വിളിക്കുന്നുണ്ട്. അമ്മയെ ഫോണിൽ എടുക്ക, ഞാൻ എടുക്കാം. എന്താ സരള മാഡം വിളിച്ചത്? സരളയല്ല, സരളയുടെ മോള് സുസ്മിതയാ. എന്താ മോളെ? ഞാൻ പറഞ്ഞിട്ട് അമ്മ വിളിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു അങ്കിളിനോട് ഞാൻ തന്നെ നേരിട്ട് സംസാരിച്ചാൽ എന്താന്ന്. പറഞ്ഞോ മോളെ. അങ്കിളുടെ മോൻ ദീപക്കും ശാരദാമ്മയുടെ മകള് ശ്യാമയായിട്ട് കല്യാണം നിശ്ചയിച്ചിരിക്കല്ലേ? അതെ മോളെ. ആ കുട്ടിയെ പറ്റി എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു സരള മാഡം. ഒന്ന് വിഷയനായിരുന്നു അങ്കിൾ. നല്ല കുട്ടിയാ ശ്യാമ. എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുട്ടിയാ. നല്ല അടക്കവും ഒതുക്കവും വിനയവും അച്ചടക്കവും ഒക്കെയുള്ള കുട്ടിയാ. അങ്കിളുടെ വീട്ടിലൊരു സ്വത്തായിരിക്കും അവള്. റൈറ്റ് ഡിസിഷൻ അങ്കിളെ, വളരെ നല്ല തീരുമാനം. അത് പറയാനാ വിളിച്ചത്. പിന്നെ ആന്റിയോട് എന്റെ അന്വേഷണം പറയണേ. ദീപക്കിനെ എന്റെ വിഷസ് അറിയിക്കാൻ വേണം. ഷുവർ മോളെ. കല്യാണ വിളിയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അമ്മയും കുട്ടി മോള് വരുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും അങ്കിളെ. എന്നാ വച്ചോട്ടെ മോളെ. ശരി അങ്കിളെ. നിനക്കെന്താ ഭ്രാന്തായോ? ഭ്രാന്തല്ലമ്മേ. കല്യാണം ക്ഷണിക്കാൻ അരവിന്ദ് സ്വാമിനാഥൻ വീണ്ടും വിളിച്ചെന്നിരിക്കും. ഞാനിപ്പൊ പറഞ്ഞതേ അമ്മ പറയാവൂ. ഒരു പെൺകുട്ടിയുടെ മംഗല്യയോഗം തടയാന്നൊക്കെ പറഞ്ഞ മഹാപാപല്ലേ അമ്മേ? അമ്മയ്ക്ക് എങ്ങനെ ഇത്ര ദുഷ്ടമനസ് വന്നു ഞാൻ ആലോചിക്കുന്നേ. കഷ്ടമുണ്ടമ്മേ. ദാ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പറച്ചു നടന്നത് എവിടേക്കാണെങ്കിലും നമുക്കൊരു സ്വാതന്ത്ര്യത്തിന്റെ കുളിർക്കാറ്റ് കിട്ടിയാൽ മതി. അതാ ഈ ഭർത്താവെന്ന് പറയുന്നത്. എന്തൊക്കെ പ്രതികൂല കാലാവസ്ഥയിലും നമുക്ക് പിടിച്ചു നിൽക്കാം. ചേച്ചി അനിയത്തിമാര് ഇവിടെ വന്നിരിക്കുക. എത്ര നേരമായിട്ട് ഞാൻ കഴിക്കാൻ വിളിക്കുന്നു. ശ്യാമയ്ക്ക് വേണ്ടെന്ന്. അതെന്താടി? അമ്മ പോയി ഒരു പ്ലേറ്റിൽ ചോറും കറി എടുത്തോണ്ട് വന്നേ. ഇങ്ങോട്ടോ? ഇങ്ങോട്ട് തന്നെ. എന്താടി? അമ്മ കാണും തോറും സങ്കടം കൂടി വരിക കുഞ്ഞേച്ചി. ഇടി പൊട്ടി പെണ്ണെ, അതിന് അമ്മ എങ്ങോട്ടും പോകുന്നില്ലല്ലോ. എടി, അമ്മയ്ക്ക് നിന്റെ അടുത്തും നിനക്ക് അമ്മയുടെ അടുത്തും എപ്പോ വേണമെങ്കിലും വന്നൂടെ? എടി ദേ നോക്കേ, അമ്മ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ഞാനിപ്പോ ദൂരെയാ. എന്നാലും അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങളും പഠിപ്പിച്ചു തന്ന ശീലങ്ങളൊക്കെ ആയിട്ട്
അമ്മ ഓർക്കാത്ത ഒരൊറ്റ ദിവസം ഉണ്ടോ ജീവിതത്തില്? ഇല്ല. ദൈവത്തെ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ലെങ്കിലും ദൈവം നമ്മുടെ ഒപ്പം ഇല്ലാന്ന് ആരെങ്കിലും പറയോ? അതുപോലെ തന്നെ അമ്മ നമുക്കൊരാവശ്യം ഉണ്ടെങ്കിൽ ഓടിയെത്തുകയും ചെയ്യും. ആ അമ്മ, കാര്യപരിപാടിയിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഈ ശ്യാമ പറയുന്നതേ ഭക്ഷണം വേണ്ടാന്നാ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി അവളെ അങ്ങ് ഊട്ടുന്നു. അത്രേ ഉള്ളോ? ഇവളിപ്പോഴും എന്റെ കുഞ്ഞു ആവയല്ലേ? വാ തുറക്കടി. ഇനി ഞാൻ തുറക്ക്. ഒന്ന് ശ്വാസം വിടാൻ സമയണ്ടോ? കഴിക്കടി. ആ അയ്യോ, അമ്മേ, ഇനി എനിക്ക്. ആഹാ, അതിനെന്താടി? അടുത്തത് എനിക്കാ അമ്മ. കണ്ടില്ലേ? കുശുംബി. ഇത്തിരി കുശുമ്പൊക്കെ ആവാം. കഴിച്ചു. ആ ഇനി ആർക്കാന്ന് വെച്ചാ പറഞ്ഞോണേ. പരാതിയും പരിഭവമൊന്നും പാടില്ല പിന്നെ. എന്താടി? ഇനി ഞങ്ങളുടെ അമ്മ കുട്ടിക്ക് കഴിക്കമ്മേ. ആ കഴിക്കമ്മേ. ആദ്യം ഇത്. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇതാദ്യം. എന്നെ ഇങ്ങനെ കുഴപ്പിക്കല്ലേ മക്കളെ. ശരി, ആദ്യം ശ്യാമയുടെ കയ്യിൽ നിന്ന് വാങ്ങാം, പിന്നെ ഞങ്ങള് തരാം. കഴിക്കമ്മേ. ആ കൊടുത്തു. ഇനി ഞാൻ. നിക്കടി, ഞാനൊന്ന് ഇറക്കിക്കോട്ട്. ആ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നല്ല പോലെ കിട്ടിയിട്ടുണ്ടല്ലോ. കിട്ടിയോന്നോ? വളരെ കുറച്ചു നേരം മാത്രമേ ഞാൻ തറയിൽ നിന്നുള്ളൂ. ബാക്കി സമയം മുഴുവൻ ഞാൻ തറയിൽ കിടക്കുമായിരുന്നു. നിന്നോട് ആരാ ഇപ്പൊ അങ്ങോട്ട് എഴുന്നോളാൻ പറഞ്ഞേ? മാഡം അല്ലേ പറഞ്ഞേ എപ്പോഴും അവളുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാവണമെന്ന്? എന്നും പറഞ്ഞ് കേട്ട പാതി കേൾക്കാത്ത പാതി അങ്ങോട്ട് ഓടിച്ചെല്ലണമായിരുന്നോ? ഇതോടെ എല്ലാം കൊളായ ലക്ഷണോ. നീ അവിടെ പോയത് ശരി, നീ എന്തിനാ അവളുടെ മുറിയിലേക്ക് ചാടിക്കയറിയത്? അത് അവളോട് ഒറ്റയ്ക്കുള്ളെന്ന് കരുതിയല്ലേ പോയത്. എന്നിട്ട് ആദ്യത്തെ ചവിട്ടിയപ്പോഴല്ലേ ഒറ്റയ്ക്കല്ലെന്ന് മനസ്സിലായത്. എടാ മണ്ട, നീ അവളോട് സംസാരിക്കാൻ ചെല്ലുമ്പോ അവിടെ എല്ലാരും ഉള്ള സമയത്തല്ലേ പോണ്ടത്. സംഭവം അതൊന്നും അല്ല. അവിടെ ആരും ഇല്ലാന്ന് കരുതി നീ എന്തോ പറയോ പ്രവർത്തിക്കുകയോ ചെയ്തു. അത് അവിടെ ഉണ്ടായിരുന്ന അനൂപ് അറിയുകയും ചെയ്തു. അതല്ലേ സത്യം? അതിനെന്നെ തല്ലിയത് അവളുടെ ഏട്ടൻ അനൂപ് അല്ലല്ലോ, വേറൊരുത്തനാ. അവൻ എന്തൊക്കെയോ പറയുകയും ചെയ്തു. പകുതി ബോധത്തിലും അപ്രതീക്ഷിത അടിയിലും ഞാനൊന്നും കേട്ടില്ല. എന്തോ നട്ടിലിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവനാണോ നിന്നെ തല്ലിയെ നോക്കി? ഇവനാ മേഡം എന്നെ തല്ലിയത്. ഇവനെ മേഡത്തിന് എങ്ങനെ അറിയാം? ഞങ്ങള് തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. ഇവനെ എന്റെ ഭർത്താവിന്റെ അനിയനാ. പേര് പറഞ്ഞാൽ നീയും അറിയും, സന്ദീപ്.
ആതിരെ സ്നേഹിക്കുന്ന അനഘയെ അവഗണിക്കുന്ന അതേ സന്ദീപ്. അപ്പൊ അത് ശരി, ആതിര സന്ദീപ് പ്രണയം വൃന്ദാവനം വീടിന്റെ അന്തപ്പുരം വരെ എത്തിയല്ലേ? എന്റെ പുറം നൊന്തതിന് ഞാൻ പകരം വീട്ടും മേഡം. അതിന് മേഡത്തിന് എന്നോട് ദേഷ്യം തോന്നരുത്. ദേഹം നോവിച്ചത് സന്ദീപും ദേഹം നൊന്തത് നിന്റെ ആയതുകൊണ്ട് എനിക്കതിൽ അഭിപ്രായമൊന്നുമില്ല. പക്ഷെ നീ പകരം വീട്ടേണ്ടത് സന്ദീപിനോടല്ല, അവനെ കിടപ്പറ വരെ എത്തിച്ച ആതിരയോടാ. നിന്റെ ശരീരം വേദനിച്ചെങ്കിൽ അവളുടെ മനസ്സ് വേദനിക്കണം. ആ വേദനയിൽ ചുട്ടുപൊള്ളി നിൽക്കുമ്പോ നീ അവളുടെ കഴുത്തിൽ താലി കെട്ടുകയും വേണം. ആ താലി മുറുകുന്നത് അവളുടെ നരക ജീവിതത്തിലേക്കാവണം. ഇപ്പൊ നിന്നോട് ചെയ്തതിനൊക്കെ നീ പകരം ചോദിക്കണം. അവസാനം ഒറ്റ ചവിട്ടിന്റെ കയ്യബദ്ധത്തില് അവള് പെടഞ്ഞു മരിക്കണം. അതാണ് എന്റെ അനിയത്തിയുടെ കണ്ണീരിന് പകരമായി ഈ അവന്തിക ചേച്ചി അർച്ചന ചേച്ചിക്ക് കൊടുക്കുന്ന പാരിതോഷികം. ആ പാരിതോഷികം കൈപ്പറ്റാൻ അർച്ചനയ്ക്ക് ചിലപ്പോ ജീവൻ ഉണ്ടായില്ലെന്ന് വരും. ദയാനന്ദ മാഷിനും കമലയ്ക്കും അനൂപ് എന്ന ഒരു മോൻ മതി. എന്നോടും എന്റെ അനഘയോടും മത്സരിച്ചതിന് 2 പെൺമക്കളുടെയും ജീവൻ ഇങ്ങെടുക്കും ഈ അവന്തിക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഏടത്തിയോട് എനിക്കൊരു ദേഷ്യം പിണക്കില്ലച്ച. ഇന്നലെ എന്നെ കൂടുതൽ ഒറ്റപ്പെടുത്തിയപ്പോ ഞാനല്പം നിലവിട്ട് പെരുമാറിപ്പോയെന്നേ ഉള്ളൂ. ഏട്ടത്തിക്കത് വിഷമമായെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാൻ തയ്യാറാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാ അവിടെ പ്രശ്നം? എന്താ വന്തികെ, സച്ചി മാപ്പ് പറയണമെന്നുണ്ടോ? ഏയ് വേണ്ടച്ചാ, അതിന്റെ ആവശ്യമൊന്നുമില്ല. അച്ഛൻ ഇന്നലെ എന്നെ കുറ്റപ്പെടുത്തുകയും വഴക്കുറയും ചെയ്തപ്പോ നിരപരാധിയായി എനിക്കത് സഹിച്ചില്ല. അതാ സച്ചിയെ ഞാനും ചിലത് പറഞ്ഞത്. ഇനി ആ വിഷയത്തിലൊരു സംസാരം വേണ്ട. ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് സംസാരിക്കാനിരിക്കുമായിരുന്നു. ഈ വർഷത്തെ ബിസിനസ് കോൺഫറൻസിന്റെ ഇൻവിറ്റേഷൻ കിട്ടിയില്ലേ നിങ്ങൾക്ക്? വന്നച്ച, ഡൽഹി വെച്ചാ മെയിൽ വന്നിരുന്നു. പിന്നെ അവർ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പൊ എല്ലാ വർഷത്തെയും പോലെ നീയും അവന്തികയും തന്നെ പോയാ മതി. സച്ചി ഇപ്പോഴേ അതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ. ഞാൻ അവസാനം ഒന്ന് ഫൈനലൈസ് ചെയ്താൽ മതിയല്ലോ. അച്ഛനോടും ഏട്ടത്തിയോടും എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ കോൺഫറൻസിന് ഏട്ടത്തി വരണ്ട. ഞാൻ ഈ കാര്യം പറയാനിരിക്കായിരുന്നു. ഞാൻ നിന്നോടൊപ്പം വരുന്നത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. ഈ വർഷം സച്ചിയും വൈസ് പ്രസിഡന്റ് പോയാൽ മതി. എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. എങ്കിലങ്ങനെ ആവട്ടെ. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടച്ച. ഇതെനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാവുന്നൊരു മീറ്റിംഗാ. അതുകൊണ്ട് ഓഫീസിൽ നിന്ന് ആരും എന്നോടൊപ്പം വരണമെന്നില്ല. പിന്നെ നീ ഒറ്റയ്ക്കാണോ പോകാൻ പോകുന്നത്? അല്ല, ഞാനും അർച്ചനയും കൂടിയേ പോകുന്നേ. ഈ കോൺഫറൻസിൽ എന്നെ അസിസ്റ്റ് ചെയ്യാൻ അർച്ചന മതി. ഇത് എന്റെ ഡിപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് അല്ലേ. അപ്പോ എന്നോടൊപ്പം ആര് വരണമെന്നുള്ളതും എന്റെ തീരുമാനമല്ലേ. സച്ചി, ഞാൻ പറയുന്നോണ്ട് നിനക്കൊന്നും തോന്നരുത്. നമ്മുടെ തന്നെ പല ബ്രാഞ്ചുകളിലെയും മറ്റു പല കമ്പനികളുടെയും മാനേജിംഗ് ഡയറക്ടേഴ്സും ബിസിനസ് മാഗ്നറ്റ്സും ഒക്കെ വരുന്നൊരു കോൺഫറൻസ് ആയത്. ഞാൻ അർച്ചനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുകയാണെന്ന് തോന്നരുത്. അങ്ങനെ ഒരു കോൺഫറൻസിൽ ഒരു പരിചയമില്ലാത്ത അർച്ചനെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അർച്ചനയ്ക്കൊരു ലാപ്ടോപ്പ് ഓണാക്കാൻ പോലും അറിയില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാൻ നീയായിട്ടൊരവസരം ഉണ്ടാക്കരുത്. അത് നിന്നെ മാത്രമല്ല, നമ്മുടെ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ കൂടെ ബാധിക്കും. ഞാൻ പറഞ്ഞല്ലോ എടുത്തി, ഈ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ ഞാൻ മാത്രം മതി. അർച്ചന എന്നോടൊപ്പം വെറുതെ വരുന്നതാ. അർച്ചനയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കട്ടെ. നാളെ ഒരു സമയത്ത് അർച്ചന നോക്കിക്കൊള്ളൂല്ലോ എല്ലാം.
എന്താച്ചാ ഞാൻ പറഞ്ഞ ശരിയല്ലേ? 100%. അർച്ചനയും കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ. എന്നിട്ട് എപ്പോഴെങ്കിലും താല്പര്യം തോന്നിയാൽ അവളും ബിസിനസ് ചെയ്യട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതിനെന്തിനാ നീ മാളൂന് ഉപദ്രവിക്കാൻ നോക്കുന്നത്? മാളൂന് വേണ്ടി മഹിയേട്ടൻ എന്നെ വിവാഹം കഴിക്കാൻ തന്നെ പോകുന്നത്. അപ്പൊ നീ മാളൂന് ഉപദ്രവിച്ച അതെങ്ങനെ ശരിയാവും നകുൽ? എന്റെ വഴിയിൽ തടസ്സമായി വരുന്നതിനെ മാറ്റി നിർത്തിയില്ലെങ്കിൽ പിന്നെ എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അതിന് എന്നെ തന്നെ നീ ദ്രോഹിക്കണോ? ശ്രേയേ, നീ എനിക്ക് ഒരു പാലം മാത്രമാണ്. ഈ കൈലാസത്തിലേക്കും ഗംഗയുടെ അടുത്തേക്കും എത്താനുള്ള വെറും ഒരു പാലം. നീ എന്താ പറഞ്ഞു വരുന്നത്? അത് ഞാൻ വ്യക്തമായിട്ട് പറയാം. ഗംഗ ഇന്ന് ഈ വീട്ടിലെ ജോലിക്കാരി മാത്രമല്ല. അവൾക്ക് വിലയായിട്ട് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നത് ലക്ഷങ്ങളാ. ആ മുതലല്ല നീ പാടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പിന്നെ അങ്ങനെയൊക്കെ ഓരോന്ന് സംഭവിച്ചു പോയതാ. ഇനി മേലാൽ അങ്ങനെ സംഭവിക്കരുത്. സംഭവിച്ചാൽ നിനക്കും പല നഷ്ടങ്ങളും സംഭവിക്കും. എന്ത് നഷ്ടം? നിന്നെ ഇവിടെ കയറ്റാൻ അറിയെങ്കിലേ ഇറക്കി വിടാനും എനിക്കറിയാം. അങ്ങനെ ഞാൻ ഇറങ്ങേണ്ടി വന്നാലേ എനിക്കൊപ്പം നീയും ഉണ്ടാവും. നീ എന്താ കരുതിയത്? എന്നെ ചതിച്ചിട്ട് മഹിയുമൊത്ത് സുഖമായിട്ട് ജീവിക്കാന്നോ? അതൊരിക്കലും നടക്കില്ല. നീയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്നും അതിന്റെ ലക്ഷ്യം എന്താണെന്നും മഹി അറിഞ്ഞ എന്താവും സ്ഥിതി? നകുൽ, വേണ്ട. എടുത്തു ചാടി മണ്ടത്തിലൊന്നും കാണിക്കരുത്. അത് ഞാൻ നിന്നോടാ പറയേണ്ടത്. ഒന്നിച്ചു നിന്നാൽ നമുക്ക് രണ്ടാൾക്കും പലതും നേടാം. പക്ഷേ മറിച്ചായാൽ അതിന് നീ എനിക്കൊരു വാക്ക് തരണം. മഹിയേട്ടനോ മാളൂനോ അപകടം ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായ എന്റെ എല്ലാ സ്വപ്നങ്ങളും അവസാനിക്കും. എങ്കിൽ എത്രയും പെട്ടെന്ന് എന്റെയും ഗംഗയുടെയും കല്യാണം നടത്താനുള്ള വഴി നോക്ക്. അങ്ങനെ ആയാൽ ഞാൻ എന്റെ പെണ്ണിനെയും കൊണ്ടുപോകും. അല്ലെങ്കിൽ ആ കല്യാണം നടത്താൻ തന്നെയാ ഞാൻ ശ്രമിക്കുന്നത്. അതിനിടയില് നീയായിട്ട് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാ മാത്രം മതി. ശ്രേയേ, നീ ഈ കാണുന്ന ആളല്ല നകുൽ. സംസാരിക്കുമ്പോ ആ ഒരു ഓർമ്മ വേണം. എന്നെ ഭീഷണിപ്പെടുത്താനോ മര്യാദ പഠിപ്പിക്കാനോ വന്നാൽ നിനക്കാവും നഷ്ടം. ഗംഗയ്ക്ക് വില പറഞ്ഞെടുത്ത് ഒരാളെ കൂടി കൊടുത്ത അവര് സന്തോഷത്തോടെ സ്വീകരിക്കും. ഇരട്ടി വിലയും എനിക്ക് കിട്ടും. വെറുതെ അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത്. ഓടി, നീ ഇന്നുവരെ കണ്ടിട്ടുള്ള ഡൂക്കിലി ഗുണ്ടയല്ല ഞാൻ. ആ ബോധം നിനക്കുണ്ടാവണം ശ്രേയേ. അല്ലെങ്കിൽ നഷ്ടം നിനക്കാ. ഈ കൈലാസത്തിൽ മഹിയുടെ ഭാര്യയായി റാണിയെപ്പോലെ വിലസാൻ കൊതിച്ച നീ ബോംബെ തെരുവിൽ ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്കൊരു ധാരണയോടെ മുന്നോട്ട് പോവാം. എന്താ? അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഞാനിവിടൊക്കെ തന്നെ കാണും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗംഗ ഇങ്ങനെ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അത് നടക്കൂ ഗംഗേ? പിന്നെ ഞാൻ എന്റെ മാളുന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. എന്നാലും ഗംഗ നകുലിനെ കല്യാണം കഴിച്ചാൽ അയാളുടെ കൂടെ പോയില്ലേ?
അതൊന്നും ഉടനെ ഇല്ലല്ലോ. പിന്നെന്തിനാ അതൊക്കെ ഓർത്ത് ഇപ്പോഴേ വിഷമിക്കുന്നത്? ഇപ്പോ ഞാൻ എന്റെ മാളുവിന്റെ അടുത്ത് തന്നെ ഇല്ലേ? എങ്കിൽ നല്ല കുട്ടിയായിട്ട് സന്തോഷായിട്ട് ഉറങ്ങിക്കോ. കിടക്ക. ഞാനൊരു കാര്യം ചോദിച്ചാ മാളുവിന് വിഷമാവോ? ഇല്ല, എന്നെ വിഷമിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യാറില്ലല്ലോ. പിന്നെന്താ? എങ്കിൽ ഞാൻ ചോദിക്കട്ടെ? ചോദിക്കുകെ. മാളുവിന്റെ അമ്മ എങ്ങനെയാ മരിച്ചത്? മോളെ, മാളു കരയല്ലേ? മാളു കരയല്ലേ? വാ. മോളെ വിഷമിപ്പിക്കാനല്ല ഗംഗാത് ചോദിച്ചത്. മോളുടെ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചതാ. എനിക്ക് ചോദിക്കാൻ ഈ വീട്ടില് മോളും മഹേട്ടനും മാത്രല്ലേ ഉള്ളൂ? എനിക്ക് എന്റെ അമ്മ ഒത്തിരി ഇഷ്ടമായിരുന്നു. എന്റെ അമ്മ പാവായിരുന്നു. എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. കരയല്ലേ മോളെ? എനിക്ക് എന്റെ അമ്മ ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷെ എന്റെ അമ്മ എന്റെ അടുത്തുനിന്നും പോയി. മോള് വിഷമിക്കല്ലേ? മോളെ സങ്കടപ്പെടുത്താൻ വേണ്ടി ചോദിച്ചതല്ല, അറിയാതെ ചോദിച്ചു പോയതാ. മാളു കരഞ്ഞാ എനിക്കത് ഒരുപാട് സങ്കടാവും. മോൾക്ക് ഞാനല്ലേ മോളുടെ അമ്മ? അതെ, എനിക്ക് ഗംഗയെ എന്റെ അമ്മയെ പോലെ തന്നെയാ. ചിലപ്പോഴൊക്കെ എന്റെ അമ്മ മിണ്ടുന്ന പോലെയാ ഗംഗയെ മിണ്ടുന്നത്. ഞാൻ എന്റെ മാളുവിന്റെ അമ്മ തന്നെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ ശ്രീദേവി നീ പറയുന്നത്? അതെ അച്ഛ, അവള് സ്വയം സഞ്ജുവിന്റെ ഭാര്യയായി ജീവിക്കുക. ഒന്ന് തലതട്ടി വീണെന്ന് വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിക്കൂ? എനിക്കറിയില്ല അച്ഛ. അമ്മ അറിഞ്ഞുകൊണ്ട് സഞ്ജു അവളുടെ ഭർത്താവാണെന്ന് പറയില്ല. അവളെ എനിക്ക് നന്നായിട്ടറിയാം. അമ്മോ ശ്രീദേവിയെ മാത്രം തിരിച്ചറിയുകയും മറ്റു കാര്യങ്ങൾ മറന്നുപോയെന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ വിശ്വസിക്കും? എന്നെ അവള് സഞ്ജുവിന്റെ അമ്മയായിട്ട് തന്നെ കാണുന്നേ. അമ്മ എവിടെ ശ്രീദേവമ്മ? എന്നെയും കാവേരിയപ്പച്ചിയും കണ്ട അവൾക്കെല്ലാം ഓർമ്മ വരും.
അമ്മേ, ഇത് സഞ്ജുവേട്ടന്റെ മുത്തശ്ശനല്ലേ? അതെ. എന്നെ അനുഗ്രഹിക്കണം. അമ്മു, എഴുന്നേൽക്ക് കുട്ടി. മുത്തശ്ശൻ എന്നെ അനുഗ്രഹിക്കണം. അമ്മു, എന്തൊക്കെ കാണിക്കുന്നു? എന്റെ പേര് ലക്ഷ്മി എന്നാ. മുത്തശ്ശൻ എന്നെ ലച്ചു എന്ന് വിളിച്ചാ മതി. നീ അമ്മു മോളെ, നീ ഓർത്തു നോക്ക്. എന്നെ പോലെ വേറെ ആരെങ്കിലും മുത്തശ്ശൻ കണ്ടിട്ടുണ്ടോ? എന്റെ വീട് പെരുവണ്ണാപുരത്താ മുത്തശ്ശ. അവരൊക്കെ എത്തേണ്ട സമയമായല്ലോ. കാവേരി, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ. ലച്ചു, നീ ഒന്ന് വന്നേ. സഞ്ജുട്ടന്റെ ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. പരിചയപ്പെടാനല്ലേ വിളിക്കുന്നത്? മോള് ചെല്ല്. നിങ്ങൾക്ക് സംസാരിക്കാനും പറയാനും ഒക്കെ ഇല്ലേ? ചെല്ല്. ഞാനേ ലച്ചുവിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയട്ടെ. ലച്ചു. അമ്മേ, അമ്മൂന് നമ്മൾ ആരെയും ഓർമ്മയില്ല. എന്റെ മുഖത്ത് പോലെ അവള് നോക്കിയില്ല. ഇന്ന് നടന്ന സഞ്ജുവിന്റെ കല്യാണം അവള് മറന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പിന്നിപ്പോ എന്താ ചേച്ചിയുടെ ഉദ്ദേശം? അതൊക്കെ ഉണ്ട്. പാർവതി ഇന്ന് ഓഫീസിൽ മീറ്റിംഗിന് വരട്ടെ. ഓഫീസിന്റെ എല്ലാ അധികാരങ്ങളും അവൾക്കാണ് എന്നല്ലേ വൈപ്പ്? അവള് കമ്പനിയുടെ വലിയ ചെയർപേഴ്സൺ അല്ലേ? ആ ചെയർപേഴ്സണെ ഇന്ന് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്തു. ഓഹോ, അതാണോ ചേച്ചിയുടെ പ്ലാൻ? അല്ല, ചേച്ചി അവളെ ഇപ്പൊ എങ്ങനെ നാണം കെടുത്തുന്ന് പറഞ്ഞു വരുന്നേ? നീ എത്തിയോ? എന്താ പാറു, നീ എന്നെ ഗൗനിക്കുന്നില്ലല്ലോ. ഞാനിപ്പോഴേ ഇച്ചിരി തിരക്കില്ല മണിക്കുട്ടാ. ഞാൻ ഇനി നിന്നോട് മിണ്ടാൻ നിന്നാ എനിക്ക് തീരെ സമയം ഉണ്ടാവില്ല. എന്താ ഇത്ര തിരക്ക്? നീ പതിവിലും നേരത്തെയാണല്ലോ അടുക്കള കയറിയിരിക്കുന്നത്. ഇന്നേ വിശാൽ സാറിന് നേരത്തെ ഓഫീസിൽ പോണം. അപ്പൊ രാവിലെ നേരത്തെ തന്നെ കാപ്പി ഉണ്ടാക്കി കൊടുക്കണ്ടേ? വേണം വേണം വേണം. അല്ല, നിന്റെ ഈ തിടുക്കമൊക്കെ കണ്ടാൽ നിന്റെ ഭർത്താവിന് നീ വാരിക്കൊടുക്കുമെന്ന് തോന്നുന്നല്ലോ. ആ, വേണ്ടി വന്നാ ഞാൻ അങ്ങനെയും ചെയ്യും. ഞാൻ വിശാൽ സാറിന് വാരി കൊടുത്താ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. എന്താടി, നിനക്ക് കണ്ടില്ലേ? ഒരാള് വരുന്നത് നിനക്ക് കണ്ടൂടെ? ഞാൻ കണ്ടതാ. പിന്നെ പിന്നെ നീ എന്തിനാടി എന്നെ വന്ന് മുട്ടിയത്? ഞാനല്ലല്ലോ വന്ന് മുട്ടിയത്, അപ്പച്ചല്ലേ എന്നെ വന്ന് തട്ടിയത്. ഓഹോ, എന്തോ ആലോചനയില് പരിസരബോധം മറന്ന് എന്നെ വന്ന് ഇടിച്ചിട്ട്
ഇപ്പൊ കുറ്റം എന്റേതായോ? ഞാനല്ല വന്ന് മുട്ടിയത്, അപ്പച്ചേ ഇങ്ങോട്ട് വന്ന് തട്ടിയത്. ദേ പാർവതി, നീ കണ്ണ് കാണാതെ എന്നെ വന്ന് ഇടിച്ചിട്ട് ആ കുറ്റം എന്റെ തലയിൽ ചുമത്താൻ നോക്കിയാലുണ്ടല്ലോ എന്റെ വിധം മാറും, കേട്ടല്ലോ. ചുമ്മാ തർക്കിക്കാൻ നിൽക്കാതെ തറയിൽ വീണ ഭക്ഷണം എടുത്ത് ക്ലീൻ ചെയ്യാൻ നോക്കണി. എടി വൃത്തിയാക്കാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ മീറ്റിംഗിന്റെ പ്രാധാന്യം നിങ്ങൾക്കെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. കമ്പനിയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്താനും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് പ്ലാൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മുടെ കമ്പനിയെ നമ്മളോട് മത്സരിക്കുന്ന മറ്റു കമ്പനികളുടെ മുകളിലെത്തിക്കണം. ഒന്നാം സ്ഥാനത്തെത്തിക്കണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാനാവും? കമ്പനിയെ കൂടുതൽ ലാഭത്തിലേക്ക് എത്തിക്കുന്നതിന് അനുയോജ്യമായ പുതിയ പ്രോജക്റ്റുകൾ ഉണ്ടാവണം. അതെല്ലാം നമുക്കിന്നിവിടെ ഡിസ്കസ് ചെയ്യാം. വിശാലേട്ടിൽ നിന്ന് നമുക്കിവിടെ ചർച്ച തുടങ്ങാം. വിശാലേട്ടൻ പറയും, കമ്പനിയുടെ വികസനത്തിന് വേണ്ടി എന്തൊക്കെയാണ് വിശാലേട്ടന്റെ ഐഡിയാസ്? എനിക്ക് കുറച്ചധികം ആശയങ്ങൾ പറയാനുണ്ട്. പ്രധാനമായും വ്യക്തമായൊരു മാർക്കറ്റ് സ്റ്റഡിയുടെ അഭാവം ഞാൻ കാണുന്നുണ്ട്. മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ് തിരിച്ചറിയാതെ നമ്മുടെ കമ്പനി പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും. അത് വലിയ രീതിയിലുള്ള ദോഷമാണ് കമ്പനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് അറിയാതെ നിർമ്മാണം നടത്തുന്നതുകൊണ്ട് തന്നെ വിപണന സാധ്യതയില്ലാത്ത ഒത്തിരി സ്റ്റോക്സ് നമ്മുടെ കമ്പനി ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുകയാണ്. ഇവിടെ ബോർഡ് മീറ്റിംഗാണ് നടക്കുന്നത്. നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ജാസ്മിനെ ഞാനാ വിളിച്ചു വരുത്തിയത്. ഞങ്ങൾ സുഹൃത്തുക്കളാ. അതിന് ജാസ്മിൻ ഒരു അഡ്വക്കേറ്റ് അല്ലേ? നമ്മുടെ ഈ മീറ്റിംഗ് നടക്കുമ്പോ നിയമപരമായ എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു ഒപ്പീനിയൻ വേണമെങ്കിൽ ജാസ്മിനുള്ളത് നല്ലതല്ലേ? എനിക്കങ്ങനെ തോന്നി. അതുകൊണ്ടാണ് ജാസ്മിനോട് വരാൻ പറഞ്ഞത്. ഓക്കെ സ്വീറ്റ് പറഞ്ഞ ശരിയാ. ജാസ്മിനും കൂടി ഉള്ളത് നല്ലത് തന്നെയാ. ജാസ്മിനും മീറ്റിംഗിന് ഇരുന്നോട്ടെ. താങ്ക് യു. ഓക്കെ. ജാസ്മിൻ അനവസരത്തിൽ ഇവിടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇവളുടെ ഉള്ളിൽ എന്തോ ഒരു പ്ലാൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
ടിഷ്യൂ എന്തെങ്കിലും കയ്യിലുണ്ടോ? ലക്കിയായി. നോക്കിയൊക്കെ ഒഴിക്കണ്ടേ? സാരിയിലൊക്കെ കോരി ഒഴിച്ചെന്നേ. എന്തു പറ്റി മാഡം? സോറി മാഡം, ഒരു അബദ്ധം പറ്റിയതാ. എന്തബദ്ധം? ബോധമുള്ളവരെ വിളമ്പാൻ വെക്കണ്ടേ? ജോലി ചെയ്യാൻ അറിയാത്ത ഓരോരുത്തരെ കൊണ്ടുവന്നോളും. എന്താണോ നിനക്ക് കണ്ണു കാണാൻ വയ്യേ? ആകെ വൃത്തികേടായി. മാപ്പ് പറയടോ, മാഡത്തിനോട് മാപ്പ് പറ, വേഗം ഉണ്ട്. എന്താണോ മുഖം തിരിച്ചിരിക്കുന്നേ? മാപ്പ് പറയും. മാപ്പ് പറയാൻ. മാപ്പ് പറയടാ മാഡത്തിനോട്. എടാ നിന്നോടാ പറഞ്ഞ മാപ്പ് പറയാൻ. സോറി. ക്ഷമിക്കണം മാഡം, പുതിയ പയ്യനാ. കാശിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ കൂടെ കൂട്ടിയതാ. പരിചയക്കുറവുണ്ട്. നോക്കിരിക്കാതെ വിളമ്പടാ. വിളമ്പ്. നേരെ നോക്കി വിളമ്പടാ. ഇനി ആരുടെങ്കിലും ദേഹത്ത് കറി വീണ എന്റെ വിധം മാറും, ഞാൻ പറഞ്ഞേക്കാം. അത് മാഡത്തിന്റെ മോനല്ലേ? എന്നിട്ടാണോ സ്വന്തം മോനെ കൊണ്ട് മാപ്പ് പറയിച്ചത്? സ്യൂട്ടും കോട്ടും ഇട്ട് നടന്ന മാഡത്തിന്റെ മോൻ ഇപ്പൊ ഈ അവസ്ഥയിലായല്ലേ? അഖിലെന്നല്ലേ ആ മോന്റെ പേര്? ആ, എനിക്കറിയാം. എങ്ങനെ കഴിഞ്ഞിരുന്ന ചെക്കനാ. കഷ്ടം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സോറി, ശ്യാമ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് തിരക്കായിപ്പോയി. അറിയാം, ശ്യാമയും ഇവിടെ എല്ലാവരും എന്നെ കാണാതെ ശരിക്കും വിഷമിച്ചിട്ടുണ്ടാവുമെന്നറിയാം. സാരമില്ല, ഞാൻ വന്നല്ലോ. എന്തിനായിരുന്നു ഇതൊക്കെ? പറ, എന്തിനാ രാപ്പകലില്ലാതെ കഷ്ടപ്പെടാൻ പോയത്?
ഇതിനു വേണ്ടിയായിരുന്നു. സംഗീതത്തെ അത്രമാത്രം സ്നേഹിക്കുന്ന എന്റെ ശ്യാമയ്ക്ക് പ്രിയപ്പെട്ട ഈ സമ്മാനം തരാനാ. വളരെ വളരെ സന്തോഷത്തോടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് എന്റെ വിവാഹ സമ്മാനം. വാങ്ങിച്ചോ. വാങ്ങിച്ചോ. മതി, എനിക്കിത്രയും മതി. ഈ സന്തോഷം, ഈ പുഞ്ചിരി, അത് കാണാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരാ ഇത് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത്? അവിടെ ആരെങ്കിലും ഉണ്ടോ? Your calling is out of network coverage area. Please try later. നന്നായിരുന്നു കേട്ടോ. ആരെങ്കിലും ഒന്ന് തുറക്കോ. റേഞ്ചുമില്ല. ബ്ലഡി ബഗേഴ്സ്. സാർ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോ ആളെത്തിയില്ലെങ്കിലും പ്രോഗ്രാം നടത്തിയല്ലേ പറ്റൂ. ഇയാളുടെ ഒരു കാര്യം, കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം. ശരി സാർ. ആ അഞ്ജലി ചെല്ലു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു അവാർഡിന് എന്നെയും തിരഞ്ഞെടുത്തതിന് ഇതിന്റെ സംഘാടകരോട്, പ്രത്യേകിച്ച് മുൻ മേയർ ശ്രീ ഉപേന്ദ്രനാഥ വർമ്മ സാറിനോട് എനിക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു സംരംഭക എന്നതിന്റെ അർത്ഥം പോലും വ്യക്തമായി അറിയാത്ത ആളാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെ സംരംഭകയാക്കിയത് എന്റെ പ്രസാദേട്ടനാണ്. ആ നിലയ്ക്ക് എന്റെ ഈ അവാർഡും ഞാൻ അദ്ദേഹത്തിന് തന്നെയാണ് സമർപ്പിക്കുന്നത്. തർക്കിച്ചും വഴക്കിട്ടും താൻ പോരുമ കാണിച്ചും പ്രൊഫഷണൽ വീഴ്ചകൾ വരുത്താൻ ശ്രമിക്കാതെ ഒരേ മനസ്സോടെ പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് ഞങ്ങളുടെ വിജയരഹസ്യമെന്ന് ഞാൻ പറയും. ഏറ്റെടുക്കുന്ന വർക്കുകൾ അത് ഏൽപ്പിക്കുന്നവർക്കും അതിൽ പങ്കാളിത്തം വഹിക്കുന്നവർക്കും ഒരുപോലെ തൃപ്തി നൽകുന്ന വിധത്തിൽ പൂർത്തിയാക്കാനാകുന്നതും ഞങ്ങളുടെ വിജയത്തിന്റെ മാർഗമാണെന്ന് ഞാൻ കരുതുന്നു. എന്താ പറ്റിയ സാറേ? ഏതോ വിവരം കിട്ടവൻ പറ്റിച്ച പണിയാ. ഷർട്ടിൽ വീണ ജ്യൂസ് ഒന്ന് കഴുകാൻ കയറിയതാ ഞാൻ. ആരോ പുറത്തുനിന്ന് ലോക്കിട്ടു.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ ഹലോ മേഘനാഥ, എന്തുണ്ട് വിശേഷങ്ങൾ? നീ എന്നെ ഈ നഗരത്തിലാകമാനം തിരഞ്ഞു നടക്കാണെന്ന് അറിഞ്ഞു. നടന്ന് ക്ഷീണിച്ചതല്ലാതെ ഇതൊരു പ്രയോജനമൊന്നും ഇല്ലല്ലേ? ഏയ്, ആരാ നിങ്ങള്? ഞാനെന്തിനു നിങ്ങളെ തിരഞ്ഞു നടക്കണം? Who the hell are you? സോറി, നീ ഹെല്ലിലേക്കെന്ന് പറഞ്ഞയച്ച ഒരാളില്ലേ, തൃപ്പങ്ങോട്ട് സുഭദ്ര. തന്റെ അവസാന ശ്വാസം വരെയും നിന്നെ മാത്രം അന്ധമായി വിശ്വസിച്ചിരുന്ന ആ സ്ത്രീ, അവരുടെ അനിയത്തിയാ ഞാൻ. പേര് രാധ. What? രാധയോ? അതെ, ഞാൻ രാധയാ. നീ എങ്ങും തിരഞ്ഞു നടക്കുന്ന അതേ രാധ തന്നെ. ഏയ് കള്ളം. നീ രാധയാണെങ്കിലേ നീ ഇപ്പൊ എവിടെ നിന്നാ സംസാരിക്കുന്നതെന്ന് പറ. നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? എവിടെയാണെങ്കിലും ഞാൻ നേരിട്ട് വരാം, കാണാനും സംസാരിക്കാനും. പിന്നെന്താ, ഞാൻ റെഡിയാ. ഞാൻ നിന്റെ അടുത്ത് തന്നെയുണ്ട്, തൊട്ടടുത്ത്. അടുത്തോ? എന്നിട്ട് എവിടെ? ഇവിടെ ഞാനിവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അടുത്തെന്ന് പറഞ്ഞാ ഈ ഓഡിറ്റോറിയത്തിന് മുൻപിൽ നിന്റെ കാറ് കിടക്കുന്നതിന്റെ അടുത്ത്, എന്റെ സ്വന്തം കാറിൽ. ശരി ശരി, വെയിറ്റ് ചെയ്യ, ഞാനിത് അങ്ങോട്ട് വരിക. അങ്ങനെ വെയിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് മേഘനാഥ. എന്നെ കിട്ടണമെങ്കിൽ എന്റെ പിന്നാലെ വരണം. ഇതൊരു നീല കൊച്ചു കാറാ, നമ്പർ 01 CK41. ഹലോ ഹലോ ഹലോ. എല്ലാ ദൈവങ്ങളും സഹായിച്ചു. ഭാഗ്യത്തിന് ചേച്ചി ആളിൽ നിന്ന് രക്ഷപ്പെട്ടു. ദൈവത്തിന് നന്ദി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.